നമസ്കാരം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവർക്കും വിഷമങ്ങളും ദുഃഖങ്ങളും പരിഭവങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ മാറ്റി വെക്കുക എന്നുള്ളതാണ്. അപ്പം പറയും എനിക്കില്ല, ഞാൻ പറയും എനിക്ക് ബുദ്ധിമുട്ടും വിഷമങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ അതങ്ങോട്ട് മാറ്റി വെക്കുക. കാരണം നമ്മുടെ ലൈഫ് ഒന്നേ ഉള്ളൂ, അത് പരമാവധി എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ നമ്മൾ സന്തോഷിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ സന്തോഷത്തിൻ്റെ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ട് ഓരോ നിമിഷവും നമ്മൾ സന്തോഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കൊസാക്കുകളുടെ പുതിയ അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇമേജിൽ ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, മൊബൈൽ, AC എല്ലാത്തിനും വിലക്കുറവുണ്ട്. ഓരോ പർച്ചേസിനും കൃത്യമായ സമ്മാനങ്ങൾ, ഗുഡ് സർവീസ് ഒക്കെ ആയിട്ട് അടിപൊളി ഓഫറൊക്കെ ആയിട്ട് നമ്മുടെ ഇമേജ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പരമാവധി പർച്ചേസ് ചെയ്യുക. AC-യുടെ കാര്യം എടുത്ത് പറയുകയാണ്, കാരണം ചിലപ്പോൾ ചൂട് സമയമാണ്. നല്ല വേൾഡ് കമ്പനികളുടെ AC-കൾ നമുക്ക്, അതായത് ചെറിയ EMI-യിൽ ഇൻട്രസ്റ്റ് ഒന്നുമില്ലാതെ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ പരമാവധി പർച്ചേസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നെസ്റ്റോയിലാണ്. അത് നെസ്റ്റോ എന്ന് പറയുന്നത് ചെറിയ വർഷം കൊണ്ട് തന്നെ വളരെ ഹിറ്റായിട്ടുള്ളൊരു സൂപ്പർ മാർക്കറ്റാണ്. പല സ്ഥലങ്ങളിൽ കേരളത്തിന് പുറത്തുനിന്ന് വരെ ആൾക്കാർ വന്ന് പർച്ചേസ് ചെയ്യുന്നു. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നെക്സ്റ്റ് ഒന്ന് ചിത്രീകരിക്കുന്ന ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കൊസാക്കുകളുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഫാമിലി പരിചയപ്പെടാൻ വേണ്ടി പോകണേ. റെഡി? ആളെവിടെ? ബാ. അതൊന്ന് മുഖാവരണം അല്പം മാറ്റിക്കോളൂ. യെസ്. നിൽക്കേ. ഓക്കെ. പേര്? എൻ്റെ പേര് അബ്ദുൽ സലാം. അബ്ദുൽ സലാം. സലാം. കണ്ണൂർ കണ്ണാപുരം യോഗശാലയാണ് വീട്. കണ്ണപുരം യോഗശാല. ഈ കണ്ണൂർ ഒരു യോഗശാലയാണ്. ഉണ്ട്. അത് നമ്മുടെ പഴയ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത്. ഇത് കണ്ണപുരം യോഗശാല, പഴയ യോഗശാല, എല്ലാവർക്കും അറിയുന്ന ഒരു യോഗശാലയാണ്. ഈ യോഗശാല എന്ന് പറഞ്ഞാൽ യോഗം കൂടുതൽ ശാലയാണ്. അല്ല, അതൊരു പഴയ നമ്മുടെ ഓരോ നാടിന് അങ്ങനെ ഒരു പഴയ പേര് കൊടുത്തില്ലേ, അങ്ങനെ നിങ്ങൾ പറഞ്ഞതിലും അതിലും കാര്യമുണ്ട്, ഇല്ലാന്നില്ല. ഇത് എൻ്റെ പെങ്ങളെ മകളാണ് മുനീറ. ഇതെൻ്റെ പെങ്ങളെ മകനാണ് ആഫീസ്. കാരണം ഞങ്ങളിപ്പോൾ ഡോക്ടറെ അടുത്ത് വന്ന സമയത്ത് ഒരു ഷോപ്പിങ്ങിന് ഇറങ്ങിയതായിരുന്നു. കാരണം നെസ്റ്റോയിൽ വരാമെന്ന് പറഞ്ഞാൽ വേറെ ഫീലാണ്, അറിയാലോ. ഒരു വൈബ് മാത്രമല്ല, നമുക്ക് ഒരു യാത്രയിൽ നമുക്കെല്ലാം മേടിച്ചിട്ട് ഇറങ്ങാം. എന്ത് മേടിക്കാൻ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ വല്ല പ്ലാന് വന്നു കഴിഞ്ഞാൽ പക്ഷേ പ്ലാനൊക്കെ ഇവിടെ തെറ്റും. കാരണം അങ്ങനെ ഓഫറും അങ്ങനത്തെ കാര്യങ്ങളുമാണ്. എല്ലാ സാധനവും മേടിച്ചു. ഇപ്പം തന്നെ നല്ലൊരു ബില്ലായി. പക്ഷേ എനിക്കൊന്ന് നെക്സ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എന്തായാലും ഓഫറൊക്കെ തരുമായിരിക്കും. സാർ വർക്ക് ചെയ്യുന്ന? ഞാൻ കാലിക്കറ്റ് വർക്ക് ചെയ്യണം. കാലിക്കറ്റ് എവിടെ? ഞാനൊരു പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യണം കാലിക്കറ്റ്. എത്ര വർഷമായിട്ട്? കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്. ഞാൻ അപ്പ് ആൻഡ് ഡൗൺ നേരത്തെ അവിടെ തന്നെ ആയിരുന്നു. ഇപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ പോയിട്ട് ഞാൻ വരും. അപ്പോൾ ഡെയിലി പോയിട്ട് വരും. ഇപ്പോൾ അതൊക്കെ ഇപ്പോൾ എനിക്ക് അടുത്ത് പോലെ തോന്നുന്നത്. കാലിക്കറ്റൊക്കെ ഡെയിലി പോയിട്ട് വരുമ്പോൾ നെസ്റ്റോളിൽ ഞാൻ നല്ലൊരു എന്നും പോകുന്ന ഒരാളാണ്. അവിടെ 3 നെസ്റ്റും ഉണ്ട് കാലിക്കറ്റിൽ. മാവൂർ റോട്ടിലുണ്ട്, അതേപോലെ ഗോകുലം മാളുണ്ട്, പിന്നെ കുറച്ചും കൂടി ദൂരെ ഇവിടെയുണ്ട്, നമ്മുടെ ഹൈലൈറ്റ് മാളിലുണ്ട്. സോ അവിടെയും നെസ്റ്റോയായിട്ടുള്ള ബന്ധം ഇടപിരിയാനാവാത്ത ബന്ധമാണ്. അയ്യോ നല്ല ബന്ധം. നെസ്റ്റോ പോലെ തന്നെയാണ് നമുക്ക്. മാഡത്തിന്റെ പേര്? മുനീറ. ടീച്ചറാണ്? ടീച്ചറാണ്. എവിടെയാ? ചെറു സ്കൂൾ. ഏത് സബ്ജക്ട് പഠിപ്പിക്കുന്ന അവിടെ? ഞാൻ പ്രൈമറിയാണ്. അപ്പം എല്ലാ സബ്ജക്റ്റും ഉണ്ട്. ഓക്കെ, ശരി. അപ്പം സ്കൂള് പൂട്ടിയില്ല. എപ്പോഴാണ് പൂട്ടുന്നത്? വെക്കേഷൻ എപ്പോഴാണ്? വെക്കേഷൻ ഈ അടുത്ത ഫ്രൈഡേ. നമ്മുടെ പെരുന്നാളിന് മുന്നേ. ഓക്കെ. അവൻ്റെ പേര്? കാണിച്ചിട്ട് വരുന്നത്. ഓക്കെ, ശരി. അപ്പം ഞാൻ ചെറിയൊരു ചോദ്യം, ഉത്തരം പറയുകയാണെങ്കിൽ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനം, നെസ്റ്റോ സൂപ്പർ മാർക്കറ്റ് നൽകുന്ന സമ്മാനമുണ്ട്. 2 സമ്മാനമുണ്ട്. ചോദ്യമാണ്, ഇത് പോയാൽ വിഷമമാണ്, ഇത് വന്നാൽ സന്തോഷമാണ്, എന്നാൽ ഇത് കയ്യിലെടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റും അല്ല. എന്താണ്? ഇത് പോയാൽ വിഷമമാണ്, വന്നാൽ സന്തോഷമാണ്, ഇത് കയ്യിലെടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റും അല്ല. ആ പ്രോഡക്റ്റ് അത് പ്രോഡക്റ്റ് അല്ലാത്തതുകൊണ്ട് ഒരു സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടാവില്ല. പോയാൽ വിഷമമാണ്, വന്നാൽ സന്തോഷമാണ്, പക്ഷേ പോകുന്നത് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. പോകുന്നത് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. പൈസ നമ്മൾ കയ്യിലെടുക്കാമല്ലോ, ഇത് കയ്യിലെടുക്കാൻ പറ്റില്ല. ഞാൻ ഇങ്ങനത്തെ ഇതിലേക്ക് വളരെ ദൂരെയാണ്. കാരണം ഞാൻ ബാക്കിയുള്ള നിങ്ങൾ വേണമെങ്കിൽ വേറെ ഒരു എന്ത് ടോപ്പിക് വന്നാൽ ഞാൻ 1.5 മണിക്കൂർ 2 മണിക്കൂർ ഞാൻ പറയും. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഐ എം സോറി, ഐ ടു സേ സോറി. എനിക്ക് തോന്നുന്നു ഇവർ നമ്മുടെ താടിച്ചേട്ടൻ ഇത് അറിഞ്ഞുകൊണ്ട് ബ്ലാക്ക് ഷർട്ടും കൊണ്ട് അറിഞ്ഞു തന്ന ഒരു ചോദ്യമാണെന്നൊരു സംശയമുണ്ട്. കാരണം പുള്ളിൻ്റെ ചിരി കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. കാണാം. താങ്ക് യു വെരി മച്ച്. ഓക്കെ. ഞാൻ മാനേജർ പറയാം. ഓക്കെ, ശരി. ഓക്കെ. അപ്പം നമ്മൾ അടുത്തൊരു സുഹൃത്തിനെ 2-3 ആൾക്കാരായിട്ട് ഇങ്ങോട്ട് എത്തിച്ചതാണ്. അപ്പം പരിചയപ്പെടാൻ. പേര്? യുൻഷാദ്. എന്താ എൻ്റെ മീനിങ്? എന്താ? ഇല്ല, ഇതൊരു അർത്ഥമൊന്നുമില്ലാത്തൊരു പേരാണ്. സ്വന്തം സ്ഥലം?
ഞങ്ങൾ തലശ്ശേരി തലശ്ശേരിയിൽ എവിടെ? മാഹി മാഹി. മാഹി തന്നെ. അപ്പം കേരളത്തിലല്ല, കേന്ദ്രഭരണ പ്രദേശം. കേന്ദ്രഭരണ പ്രദേശമാണ്. ഒരു ചുവട് അങ്ങോട്ട് വെച്ചാൽ കേരളത്തിൽ, ഇല്ലെങ്കിൽ പോണ്ടിച്ചേരിയിൽ അല്ലേ? അപ്പോൾ ശരി, ഈ പോണ്ടിച്ചേരിയിൽ ഉള്ളത് കൊണ്ട് കേരളത്തിനേക്കാൾ ബെനിഫിറ്റ് എന്താണ്? നമുക്ക് ടാക്സ് കുറവാണ്, പെട്രോളിന് വില കുറവാണ്. പിന്നെ ആദ്യമൊക്കെ നല്ല ടാക്സ്, മറ്റേ ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കലും കുറേ കുറവുണ്ട്. ഇപ്പം ഏകദേശം സെയിം ആയിട്ട് തന്നെ വരികയാണ്. വർക്ക് ചെയ്യുന്നത് ഞാൻ ദുബൈയിലാണ്. ദുബൈയിലാണ്. അടുത്തെടുക്കാം. സാറിൻ്റെ പേര്? മുഹമ്മദ്. എന്ത് മുഹമ്മദാണ്? വെറും മുഹമ്മദ്, ഓൺലി മുഹമ്മദ്. എന്നാലും എന്തെങ്കിലും തലയും എന്നാലും അങ്ങനെ എന്തെങ്കിലും? ഓൺലി മുഹമ്മദ്. മുഹമ്മദ്. ഇനീഷ് എന്താണ്? പി. എന്താണ് പി? പുല്ലമ്പി. തറവാട്. തറവാട് പേരാണ്. തറവാട് എവിടെയാണ്? മാഹി തന്നെ. മാഹി തന്നെ. നിങ്ങൾ രണ്ടുപേരും മാഹിയിലാണ്? മാഹിയിലാണ്. ശരി. ഇപ്പോൾ ജോലി? ഞാൻ ഇങ്ങനെ ക്യാൻറ്റീനാണ് നമുക്ക്. ക്യാൻറ്റീൻ? ഹോസ്പിറ്റൽ ക്യാൻറ്റീൻ. ഹോസ്പിറ്റൽ ക്യാൻറ്റീൻ. ഏത് ഹോസ്പിറ്റൽ? ദന്തൽ കോളേജിലുണ്ട്. അപ്പോൾ 1-2 സ്ഥലത്തുണ്ട്. ഈ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഹോസ്പിറ്റൽസിലൊക്കെ നമ്മൾ ക്യാൻറ്റീൻ നടത്തുമ്പോൾ അവിടെ ഓരോ സംഭവത്തിനും പൈസ ഇച്ചിരി കുറവായിരിക്കും, പുറത്തുള്ളതിനെക്കാട്ടി പൈസ കുറവായിരിക്കും. തീർച്ചയായും. അപ്പോൾ അതൊക്കെ ഒന്ന് കച്ചവടമുള്ളതുകൊണ്ട് മേക്കപ്പായിട്ട് പോകും. മേക്കപ്പ് ആയിട്ട് പോകും. കുഴപ്പമില്ല. യെസ്. അപ്പം ഒരാൾ ദുബായിൽ ജോലി ചെയ്യുന്നു, ഒരാൾ നമ്മുടെ ക്യാൻറ്റീൻ സംഭവമായിട്ട് തലശ്ശേരി പല സ്ഥലത്ത് ഹോസ്പിറ്റലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചെറിയൊരു കാര്യം, അതായത് ചോദ്യമാണേ, ഇതൊരു പ്രൊഡക്റ്റ് അല്ല. രണ്ടാളും കുഴപ്പമില്ല. അതായത് ഫണ്ണിയാണ്, പക്ഷേ ഇത് സംഭവമാണ്. ഓക്കെ സംഭവം. അതായത് ഇത് പോയാൽ നമുക്ക് ഭയങ്കര വിഷമമാണ്, ദുഃഖമാണ്, വിഷമമാണ്. പറഞ്ഞത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. പലർക്കും ഇത് പോകാറുണ്ട്, വരാറുണ്ട്. പക്ഷേ ഇത് കയ്യിലെടുക്കാൻ പറ്റില്ല. ഇതൊരു പ്രൊഡക്റ്റ് അല്ല. പറയാം. അവിടെ ചേച്ചിമാർ പുറകിന്ന് എനിക്ക് കിട്ടിയെന്നൊക്കെ തലയാട്ട് നോക്കണം. പറഞ്ഞു കൊടുക്കണ്ട. ഓക്കെ. അതായത് പോയാൽ വിഷമമാണ്, വന്നാൽ സന്തോഷമാണ്, സമാധാനമല്ല. ഇത് നമ്മൾ ചിലപ്പോൾ നമുക്ക് നമുക്ക് പോകുന്ന ചിലപ്പോൾ കാണാം, വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ക്ലൂ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ചില ആളുകൾക്ക് ഇത് പോകാറുണ്ട്. ഇത് ആർക്കാണോ പോകുന്നത് അവർക്ക് തന്നെയാണ് ഇത് വരികയും ചെയ്യുന്നത്. പോയാൽ ഭാഗ്യമല്ല. ഉറക്കമല്ല. അപ്പോൾ കാണാം, നോക്കട്ടെ. ഓക്കെ, താങ്ക് യു. ലാസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, യെസ്. ഹായ്. ഹലോ. കേൾക്കുന്നില്ല? ഹലോ. എന്താ മോൻ്റെ പേര്? ശ്രീദേവ്. എവിടെ വീട്? കീഴ്ന്നപ്പാറ. കീഴ്ന്നപ്പാറയല്ലേ? കീഴ്ന്നപ്പാറയാണോ അല്ലേ? എത്ര ക്ലാസ് പഠിക്കുന്നത്? 8. സ്കൂള്? കടമ്പൂർ ഹൈസ്കൂൾ. അടിപൊളി അല്ലേ പഠനം? ഓക്കെ. എന്താ ചേട്ടൻ്റെ പേര്? നാരായണൻ. ബാബയുടെ പേരെന്താ? ശ്രീവ്യാസ്. ഹായ് മാഡം. മാഡത്തിൻ്റെ പേര്? അശ്വിനി. പർച്ചേസിങ് കഴിഞ്ഞോ? ഇല്ല, തുടങ്ങുന്നേ ഉള്ളൂ. ഫ്രൂട്ട്സ് ആണ് നോട്ടം. ഈ മാങ്ങ ഏത് മാങ്ങ ഏറ്റവും ഇഷ്ടം? ഈ നമ്പ്യാർ മാങ്ങയുണ്ട്, അങ്ങനെ നമ്മുടെ കുറ്റ്യാട്ടൂർ മാങ്ങ, പല മാങ്ങയുണ്ട്. വീട്ടിൽ മാവുണ്ടോ? ഉണ്ട്. അതിലേത് മാങ്ങയാ? പപ്പായ ആണോ? പപ്പക്കായ. അത് ഈ പപ്പായ കഴിച്ചാൽ പെട്ടെന്ന് ഉറക്കം വരുന്നൊക്കെ പറയാറുണ്ട് പണ്ട് അല്ലേ? നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ചെറിയ ചോദ്യമാണ്, ഉത്തരം പറഞ്ഞാൽ അടുത്തോട്ടിക്കാം. നെസ്റ്റോ സൂപ്പർ മാർക്കറ്റ് നൽകുന്ന സമ്മാനമുണ്ട്, ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന സമ്മാനമുണ്ട്. ചോദ്യം, ഇത് പോയാൽ ഭയങ്കര വിഷമമാണ്, സങ്കടമാണ്, ദുഃഖമാണ്. പക്ഷേ ഇത് വന്നാൽ സന്തോഷമാണ്. നമുക്ക് ചിലപ്പം കാണാൻ പറ്റും, വരുന്നത് ചിലപ്പോൾ കാണാൻ പറ്റും. ഇത് കയ്യിലെടുക്കാൻ പറ്റില്ല. ഇത് പ്രൊഡക്റ്റ് അല്ല. ഇത് ചില ആൾക്ക് പോകാറുണ്ട്, പോയാൽ തന്നെ ഇത് വരാറുണ്ട്. പോയാൽ വിഷമമാണ്, വന്നാൽ സന്തോഷമാണ്. പണം കയ്യിലെടുക്കാലോ? അറിയില്ല, രക്ഷയില്ല. ചേട്ടാ സ്നേഹം അല്ല. സ്നേഹമല്ല. ഓക്കെ, നല്ല ഓക്കെ, താങ്ക്സ്. ഓക്കെ. പോയാൽ ഭയങ്കര വിഷമമാണ്, വന്നാൽ ഭയങ്കര സന്തോഷമാണ്. ഇത് നമ്മൾ വന്നെന്നൊക്കെ ചില ആൾക്കാർ പറയുമ്പം ഓടിപ്പോയി അവരെ കാണാൻ പോകും, ഭയങ്കര സന്തോഷമായിരിക്കും. ഇത് പോകുന്നത് ആർക്കാണോ അവർക്ക് തന്നെയാണ് വരുന്നത്. ആർക്കാണോ അത് പോകുന്നത് അപ്പോഴാണ് നമുക്ക് വിഷമം ഉണ്ടാകുക, വന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം ഉണ്ടാകും. ചില ആൾക്ക് ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തിരിച്ച് വരാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട് ചില ആൾക്ക്. അങ്ങനെ ഒരു അവസ്ഥ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ചോദ്യത്തോട്ട് പോവാം. അപ്പോൾ നമ്മൾ അടുത്ത 2 പേര്. സാറിൻ്റെ പേര്?
മുഹമ്മദ് സാലി മുഹമ്മദ് സാലിം. സ്വന്തം സ്ഥലം കണ്ണൂർ കണ്ണൂർ താഴ്ചവാണ്ടത്തോട്. അണ്ടത്തോട്. നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു 2 സൗകര്യമാർ. ഞാൻ പറഞ്ഞ അണ്ടത്തോടിൻ്റെ കാര്യം പറഞ്ഞത്. അണ്ടത്തോട് അണ്ടാന്ന് പറഞ്ഞാൽ മുട്ട എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. സൗകര്യയുടെ പേര് ഷേസിയ. എത്ര ക്ലാസ് പഠിക്കുന്നത്? 9. ഏതാ സ്കൂള്? CHM. സാറ് നാട്ടിൽ തന്നെയാണ് ജോലി അല്ലെങ്കിൽ? അല്ല, പുറത്താണ്. ഇപ്പോൾ ഇവിടെ നാട്ടിൽ പുറത്ത് എവിടെയാ? അബുദാബി. അബുദാബിയിൽ. എത്ര വർഷം ഉണ്ടായിരുന്നു അബുദാബിയിൽ? 28 years. 28 വർഷം. 28 വർഷത്തെ വിദേശ പരിണത ശേഷം വീണ്ടും നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പം എത്ര പേര് വന്നു ഇപ്പം പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇവിടെ? ഞങ്ങൾ കുടുംബം എല്ലാവരും ഉണ്ട്. എത്ര പേര്? 4 പേരുണ്ട്. 4 പേരുണ്ട്. ഓക്കെ, 4 പേരുണ്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ നമ്മുടെ അണ്ടത്തോട് നിന്ന് വന്ന വാ ഇങ്ങനെ വാ. ഇവിടെ നിൽക്കുക. മോൻ്റെ പേര് പറ. ഹാദി. എത്ര ക്ലാസ്സിലാ? 1ാം ക്ലാസ്. 1ാം ക്ലാസ്. ഓക്കെ, ശരി. പാട്ടോടുവാ. അപ്പോൾ നമ്മുടെ അണ്ടത്തോട് വന്ന നേരത്തെ 2 സൗകര്യമാരുണ്ടായിരുന്നു. അവരെ പരിചയപ്പെട്ടു. അപ്പം അവർക്ക് ഉത്തരം കിട്ടിയില്ല. അപ്പം നമ്മളിവിടെ ചോദിക്കുകയാണ് ചെറിയ ചോദ്യം. അതായത് ഇത് പോയാൽ ഭയങ്കര വിഷമമാണ്, വന്നാൽ ഭയങ്കര സന്തോഷമാണ്. ആർക്കാണോ ഇത് പോകുന്നത് അവർക്ക് തന്നെ വരികയും ചെയ്യുന്നത്. ചിലപ്പോൾ നമുക്ക് പോകുന്നത് കാണാൻ പറ്റും, ചിലപ്പോൾ നമുക്ക് വന്നാലും കാണാൻ പറ്റും. പക്ഷേ ഇതൊരു പ്രൊഡക്റ്റ് അല്ല. ഇത് പോയി കഴിഞ്ഞാൽ ചിലപ്പം ഒരിക്കലും തിരിച്ചു വരാത്ത അവസ്ഥയുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയും ഒരാൾക്ക് ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ക്ലാസ് അല്ല, ക്യാഷ് അല്ല. ഇത് കയ്യിലെടുക്കാൻ പറ്റില്ല. ഓഫറല്ല. ഇതൊരു മനുഷ്യൻ്റെ ഒരു അവസ്ഥയാണ്. ഞാൻ ലാസ്റ്റ് ഒരു ക്ലൂ കൊടുത്തത്. ഇതൊരു മനുഷ്യൻ്റെ അവസ്ഥയാണ്. ഇത് പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വിഷമമാണ്. ഇത് വന്നെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. ചില ആൾക്കാർക്ക് ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ മനുഷ്യർക്ക് ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. എങ്കിലെന്താണ്? പോയാൽ അസുഖമല്ല, പക്ഷേ നമ്മുടെ ശാരീരികമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും അറിയില്ല. ജീവനല്ല. ജീവനുണ്ടെങ്കിലും ഇത് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയാൻ പറ്റില്ല. വന്നു കഴിഞ്ഞാൽ എന്തൊരു സന്തോഷമാണെന്നറിയാമോ. ഇങ്ങനെ ഹാപ്പി എല്ലാവരും കണ്ട് സംസാരിക്കാനൊക്കെ പറ്റും. ഇത് പോയി കഴിഞ്ഞാൽ ആരോട് സംസാരിക്കാനും ഉണ്ടാകാനൊന്നും അറിയില്ല. സമ്പത്തല്ല. ഫോണല്ല. ബുദ്ധിയല്ല. ഇതൊരവസ്ഥയാണ്. ഇത് പോയി കഴിഞ്ഞാൽ ഒന്നും അറിയില്ല. ഇത് പോയി കഴിഞ്ഞാൽ പോയിട്ടുള്ള ഒരാൾക്ക് ഇത് പോയ അവസ്ഥയിലാണെങ്കിൽ അവിടെ ആര് വന്നു ആര് പോയി എന്നൊന്നും അവർക്കറിയില്ല. പക്ഷെ വന്നു കഴിഞ്ഞാൽ അവർക്കെല്ലാം അറിയും. ഇതൊരവസ്ഥയാണ്. ആ ഒരവസ്ഥ, പോയ അവസ്ഥ ഒരാൾക്കും ഇല്ലാതിരിക്കട്ടെ എന്ന പ്രാർത്ഥന. ഓർമ്മയില്ലെങ്കിൽ നമുക്ക് ആൾക്കാരെ കാണുകയൊക്കെ ചെയ്യാം. ശാരീരികമായ അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ അത് പോയി കഴിഞ്ഞാൽ, പോയ അവസ്ഥയിൽ ആ വ്യക്തിക്ക് ഒന്നും അറിയില്ല. അത് വരാൻ വേണ്ടി എല്ലാവരും കാത്തുക്കും. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സന്തോഷമായി, ചിരിയായി, സന്തോഷമൊക്കെ ആയി. ഈ പോയ അവസ്ഥയിൽ ഭയങ്കര ദുഃഖമാണ്. അപൂർവം ചിലയാക്കി ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ലൈഫിൽ തിരിച്ചു വരില്ല. അങ്ങനെ എത്ര ആളുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. ഈ പോകുന്ന അവസ്ഥ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. ഏതാ? ചില സമയത്ത് ആളിത് കെട്ടി വീഴാറുണ്ടെന്നും പറയാറുണ്ട്. ചില പെട്ടെന്ന് വാർത്ത കേട്ടെങ്കിൽ ഈ ഒരു അവസ്ഥ കെട്ടി വീഴാറുണ്ടെന്നും പറയാറുണ്ട്. അതായത് ഇത് മനുഷ്യന്റെ അവസ്ഥ തന്നെയാണ്. ഇത് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും കേൾക്കാൻ പറ്റൂല, ഒന്നും കാണാൻ പറ്റൂല, ഒന്നും അറിയാൻ പറ്റൂല. ജീവനുണ്ട്. ജീവനുള്ള അവസ്ഥ തന്നെയാണ്. ജീവനുള്ള അവസ്ഥയാണ് ബോധം. അതെങ്ങനെയാ? കോൺഷ്യസ് അതായത് ഉദ്ദേശിക്കുന്നത് അല്ലേ? ബോധം. ബോധക്ഷയം. ഓക്കെ, എന്തായാലും ഒറ്റൊന്നുമില്ല. ഉത്തരം ബോധമാണ്. ബോധം പോവുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു അവസ്ഥയിൽ അത് ശ്വാസമുള്ള വേറൊന്നും അറിയില്ല. ബോധം വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ബോധം പോയാൽ ഇപ്പം ചില ആൾക്കാരൊന്നും വാർത്ത കേട്ട് ബോധം കെട്ട് വീഴുന്ന അവസ്ഥയുണ്ട്. പക്ഷേ ബോധം പോവുക എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും അറിയാത്ത അവസ്ഥയാണ്. ബോധം വന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ചില ആൾക്കാർ ചില രോഗാവസ്ഥയിൽ ബോധം പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരാത്ത അവസ്ഥയുണ്ട്. അപ്പം അല്ലേ? അപ്പോൾ ഒരിക്കലും എല്ലാവർക്കും എപ്പോഴും ബോധമുള്ള അവസ്ഥ ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്. ആരാ പറഞ്ഞത് നമ്മളെ? ആരോ ആക്ഷൻ കാണിച്ചു തന്നു. ആരില്ല.
തന്നെ ആലോചിച്ചെടുത്താണ്. എന്തോ ആയിക്കോട്ടെ, കുഴപ്പമില്ല. എന്തായാലും ആരും പറഞ്ഞു കൊടുത്തതല്ലേ, നമ്മോട് ആരും പറഞ്ഞു എന്നുള്ളതാണ്. അപ്പം ഉത്തരം ഇത് പോയാൽ വിഷമമാണ്, വന്നാൽ സന്തോഷമാണ്. ഇത് ചില ആൾക്ക് പോകാറുണ്ട്, വരാറുണ്ട്. പിന്നെ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും പിന്നെ അറിയാൻ പറ്റത്തില്ല. ഉത്തരം ബോധമാണ്. ബോധം പോയി കഴിഞ്ഞാൽ ഭയങ്കര അവസ്ഥയാണ്. ബോധം വന്നു കഴിഞ്ഞാൽ നോർമലായി. ബോധം ഇല്ലാത്ത സമയത്ത് നമുക്കൊന്നും മനസ്സിലാവില്ല. ഉത്തരം പറഞ്ഞാൽ കൂടാ സമ്മാനം. എൻ്റെ പേര് ഷേസിയ. എന്തായാലും ഇവരെല്ലാവരും നമ്മുടെ അണ്ടത്തോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അണ്ടത്തോട് സിറ്റി, അണ്ടത്തോട് അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. പിന്നെ എന്ത് സ്ഥലം, താഴെ ചുവ, പിന്നെ ആനയെടുക്ക്, പിന്നെ വേറെ സ്ഥലം അതിൻ്റെ അടുത്ത് മരക്കാർ കണ്ടി, അങ്ങനെയൊക്കെയുള്ള സ്ഥലമാണ്. അപ്പോൾ എന്തായാലും ഉത്തരം പറഞ്ഞ സൗകര്യക്ക് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സ്നേഹസമ്മാനം ഇതാ. പിന്നെ നമ്മുടെ നെസ്റ്റോ സൂപ്പർ മാർക്കറ്റ് നൽകുന്ന മറ്റൊരു സ്നേഹസമ്മാനം പിടിച്ചോ. അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് പെരുന്നാൾ ആശംസകൾ. ഓക്കെ, ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, എൻ്റെ ബോധം പോകുന്നുണ്ടോ എന്നൊരു സംശയം. ആ ബോധം പോകുന്നതിന് മുന്നേ ഞാൻ ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം എല്ലാവരും പറഞ്ഞ പോലെ എപ്പോഴും നല്ല ബോധത്തോടെ നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുന്നു. പുതിയ ചോദ്യം, പുതിയ മുകളായിട്ട് വീണ്ടും കണ്ടുമുട്ടാം അടുത്ത അധ്യായത്തിൽ.